ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ എന്നും തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ചിന് വേണ്ടി ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി പുട്ടുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയായാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ടൊന്നും ഉണ്ടാക്കിയത് നന്നാവില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയായിരിക്കും. അപ്പം ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ മതി. അപ്പോൾ വെള്ളം തെളിച്ചെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ പുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല പുട്ടിൻ്റെ ഒരു പൊടിയായി കിട്ടും. കണ്ടോ, അപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയെങ്കിൽ ഇത് കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ പുട്ടുകുറ്റിയിലാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒരു 4 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് തേങ്ങയുടെ മുകളിലേക്ക് പുട്ടുപൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പുട്ടുപൊടി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പട്ടുപോലുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ശരിക്കും കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം കേട്ടോ, ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് പുട്ടുപൊടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുട്ടുപൊടി നിറക്കുമ്പോൾ അങ്ങനെ കുത്തി നിറച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പുട്ടുപൊടി വേവില്ല. നല്ലവണ്ണം ആവി കയറണമെങ്കിൽ അങ്ങനെ കുത്തി നിറക്കാതിരിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ആവിയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ക്യാപ്പ് വെച്ചൊന്ന് അടച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുട്ടുംപാനിയിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ പുട്ടുംകുറ്റിയിൽ നിന്ന് ആവി വരുന്നത് കണ്ടാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു പുട്ട് വെന്തൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നമ്മൾ പുട്ടുംകുറ്റിയിൽ നിന്ന് പുട്ടെടുത്ത് മാറ്റരുത്. 2 മിനിറ്റിന് ശേഷമൊക്കെ നമ്മൾ മാറ്റുകയാണെങ്കിൽ നല്ല ഷേപ്പോട് കൂടി നമുക്ക് പുട്ട് കിട്ടും. പുട്ട് ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ആ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയോടുകൂടി ഭംഗിയോടുകൂടി നമ്മുടെ പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിനി ചില്ല് നിന്ന് മാറ്റാം. ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് മാറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഗോതമ്പ് പുട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.